എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇഷ്യൂവർ കം മാസ്റ്റർ എന്നുള്ള തസ്തികയിലേക്ക് ഓൺലൈനായി നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ മാത്സ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2, 6, 12, 20, 30, 42. അതായത് 2 + 4 ആണ് 6, 6 + 6 ആണ് 12, 12 + 8 ആണ് 20, 20 + 10 ആണ് 30, 30 + 12 ആണ് 42. അപ്പൊ നോക്കി നോക്കൂ, 4, 6, 8, 10, 12. അപ്പൊ 2 വീതമാണ് കൂടണേ. അപ്പൊ ഇനി കൂട്ടേണ്ടത് എന്താണ്? 14. 42 കൂടെ 14 കൂട്ടിയാൽ എത്രയാണ്? 56. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2, 16 എന്നുള്ളതാണ്. അപ്പൊ 3 എന്ത് വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരേ തരത്തിലുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് 8 ആണ്. അപ്പൊ 2⁴ എന്ന് പറയുന്നത് 16 ആണ് അല്ലെ? ഈ 2 4, 4 2 8, 2 16 അല്ലെ? അപ്പൊ 3⁴ എന്ത് വരും നോക്കി നോക്കൂ. 3⁴ 3 3 9, 9 3 27, 27 3 81. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒറ്റയാനെ കണ്ടെത്തുക. 2, 8, 15, 20. ഇതിൽ നോക്കൂ, 2, 8, 20 എന്നുള്ളത് എന്താണ്? ഈവൺ നമ്പേഴ്സ് അല്ലെ? ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അപ്പൊ ഒറ്റ സംഖ്യ ഏതാണ്? സി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഓഡ് വൺ ഔട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു എക്സിബിഷന് സ്കൂളിൽ നിന്നും 66 കുട്ടികളെ കൊണ്ടുപോയി. സ്ഥലത്തെത്തിയപ്പോൾ അധ്യാപകർ കുട്ടികളെ നമ്പർ ക്രമത്തിൽ നിർത്തി. അതിൽ അമലിന്റെ സ്ഥാനം 38ാമത്, നിതിന്റെ സ്ഥാനം പിന്നിൽ നിന്നും 17ാമത്. അപ്പൊ അമലിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 38ാമതും അമലിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമത്? 17ാമത്. ഇനി എന്താ ചോദിച്ചേക്കണേ? അവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇവിടെ എത്ര പേരുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആകെ എത്ര പേരുണ്ട്? 66 പേരാണ് ഉള്ളത്. അപ്പം 38ഉം 17ഉം കൂടി കൂട്ടിയ എത്രയാണ്? 8 7 15, 1 എത്രയാണ് വരിക? 55 വരും അല്ലെ? 55. ഇനി ബാക്കി എത്ര പേരുണ്ട്? 11 പേരും കൂടി ഉണ്ട്. അപ്പൊ ഈ ഇടയിൽ വരുന്നത് എത്രയാവും? 11 ആവും. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനിധിയുടെ വയസ്സ് ശ്രീവേദിന്റെ വയസ്സിനേക്കാൾ 3 ഇരട്ടിയാണ്. ഇവരുടെ വയസ്സിന്റെ വ്യത്യാസം 4 ആണെങ്കിൽ ശ്രീനിധിയുടെ വയസ്സ് എത്ര? ശ്രീനിധിയുടെ വയസ്സ് ശ്രീവേദിന്റെ വയസ്സിന്റെ 3 ഇരട്ടി. ശ്രീവേദിന് എക്സ് എന്ന് വിചാരിക്കുക. ശ്രീനിധിക്ക് അപ്പൊ എന്താണ്? 3x ആണ്. ഇതിന്റെ വ്യത്യാസം 3x - x എന്ന് പറഞ്ഞാൽ 2x എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ x എന്താ വരിക? 2. അപ്പൊ ശ്രീനിധിയുടെ വയസ്സ് എത്രയാ വരിക? 3x. അപ്പൊ 3 × 2 അത് എത്രയാണ്? 6 അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക്സ് എന്നത് ഇങ്ങനെയാണ് കോഡ് ചെയ്യണമെങ്കിൽ വെൽക്കം എന്നതിന്റെ കോഡ് എത്ര? താങ്ക്സ് ടി 20ാമത്തെയാണ്, എച്ച് 8ാമത്തെയാണ്, എ 1ാമത്തെയാണ്, എൻ എന്താണ്? 14ാമത്തെയാണ്. അങ്ങനെയാണ് അവരെഴുതണേ അല്ലെ? അപ്പൊ വെൽക്കം എന്നുള്ളത് എന്ത് വരും? ഡബ്ല്യു എത്രാമത്തെ ആയിട്ടാ വരിക? XYZ അല്ലെ? എത്രാമത്തെ ആയിട്ട് വരും? 23ാമതല്ലേ ആയിട്ട് വരിക? 23ാമതാണ് വരിക ഡബ്ല്യു അല്ലെ? 26 ആൽഫബറ്റ് അല്ലേ ഉള്ളത്? 26, 25, 24 പിന്നെ ഡബ്ല്യു 23. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ 23 തുടങ്ങണത് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അടുത്തതും കൂടി നോക്കുക. ഇ എന്നുള്ളത് എന്താണ്? ABCDE അല്ലെ? 5. അപ്പൊ 23 കഴിഞ്ഞാൽ പിന്നെ 5 ആണ് എഴുതണ്ടേ. പിന്നെ എന്താണ്? എൽ എത്രയാണ്? M13 ആണ്. അപ്പൊ എൽ എത്രയാവും? 12 ആവും അല്ലെ? എൽ 12 ആവും. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക M13 ആണ്. പകുതിക്ക് വെച്ചിട്ടുള്ളത് 13 ആണ്. അത് M ആണ് കേട്ടോ. അത് മനസ്സിലാക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 + 3/9 × 2 - 1. ഇത് ബോർഡ് മാസ് റൂള് ഉപയോഗിക്കണം. പക്ഷെ 3/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/9 എത്രയാണ്? 1/3 ആണ് അല്ലെ? 1/3 × 2 എന്ന് വരും.
അപ്പൊ 2/3 1 + 2/3 - 1 എത്രയാ വരിക? 2/3. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറഞ്ച് എന്ന പദത്തെ RUDQJH എന്ന് എഴുതാമെങ്കിൽ ഗ്രേപ്സ് എന്നത് എങ്ങനെ എഴുതാം? ഓറഞ്ച് ഓ ആണ് വെച്ചെങ്കിൽ ആറാണ് വരണത്. അപ്പൊ PQ ഇല്ല, പിന്നെ ആറാണ് എഴുതിക്കണത്. 6 കഴിഞ്ഞാൽ ST ഇല്ല, പിന്നെ U. അങ്ങനെ രണ്ടെണ്ണം മാറ്റിയിട്ടാണ് എഴുതിയിരിക്കണത് അല്ലെ? ബിയും സിയും ഇല്ല, പിന്നെ ഡി. അപ്പൊ ഇങ്ങനെയാവുമ്പോ ജി കഴിഞ്ഞാൽ ഹെച്ചും ഐയും ഇല്ല, ജെ എന്നുള്ളതാണ് ആദ്യത്തെ അക്ഷരം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അല്ല, അടുത്തത് വേണമെച്ചെങ്കിൽ 6 കഴിഞ്ഞാൽ ST ഇല്ല, യു, ജെ യു. പിന്നെ എന്താണ്, എ കഴിഞ്ഞാൽ BC ഇല്ല, ഡി. അപ്പൊ JUD എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നും നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാരണം എന്താന്ന്, നമുക്ക് വേറെ ഒരു ഓപ്ഷൻ അങ്ങനത്തെ ഇല്ല വെച്ചെങ്കിൽ നമുക്ക് വേഗം തന്നെ ആ ആൻസറിൽ എത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗത്തിൽ വേറെ ക്വസ്റ്റ്യനിൽ നമുക്ക് സമയം ചെലവാക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് DHLP. പിന്നെ എന്താണ് വരിക? ഡി കഴിഞ്ഞാൽ EFG ഇല്ല, H, IJK ഇല്ല, L, MNO ഇല്ല, P അല്ലെ? അപ്പൊ എന്താ വരിക? QRS ഇല്ല, T. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1നും 100നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം. 1നും 100നും ഇടയിൽ 25 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കാൻ വേണ്ടി കുറെ സമയം എടുക്കും. അപ്പൊ 1നും 100നും ഇടയ്ക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് 25 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത് എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കണം. 2, 3, 5, 7, 11 അങ്ങനെ നോക്കി വരണം. അങ്ങനെ 100 വരെ എത്തണം. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കഴിയാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 1നും 100നും ഇടയിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? 25 എണ്ണമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18.9 + 5.7 - 12.8 - 4.6 എന്താ വരിക? അതായത് ഇവിടെ പ്ലസ് ഉള്ളത് മുഴുവൻ ആഡ് ചെയ്യുക, മൈനസ് ഉള്ളത് മുഴുവൻ ആഡ് ചെയ്യുക, പിന്നെ ഡിഫറൻസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ 18.9 5.7 കൂടി കൂട്ടിയ 9 7 16 1 9 5 14 1 1 2 അല്ലെ? 24.6. 24.6ന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ 12.8ഉം 4.6ഉം കൂടി കൂട്ടിയെത്താവും. 8 6 14 1 4 2 6 1 7 17.4 മൈനസ് ചെയ്യണം. 17.4 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2. ഇവിടെ എന്താ വരിക? ഇവിടുന്ന് എടുക്കണം അല്ലെ? 14 - 7 7 1 - 1 0. അപ്പൊ എന്താ വരിക? 7.2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 8, 12, 16 എന്നിവയുടെ LCM കാണുക. എങ്ങനെയാണ് ലസാഗു അല്ലെങ്കിൽ LCM കാണുക? അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ലസാഗു. അപ്പൊ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആവണം. എല്ലാത്തിന്റെയും ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ അതില് കോമൺ, അതാണ് നമ്മൾ എടുക്കണത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 8, 12, 16 എഴുതുക. എത്രയാണ്? രണ്ടിലെങ്കിലും പോണം. 3ലും പോണത് ആദ്യം നോക്കുക. 2 4 2 8 6 2 12 2 16. ഇനിയും 2 പോവും അല്ലെ? 2 4 3 2 6 4 2 8. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഏതാണ്? 2 അല്ലെ? 1 ഇതിനെ താഴേക്ക് ഇറക്കിടുക. പിന്നെ എന്താണ്? ഇവിടെ 2. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടി ഗുണിച്ചെഴുതുക. അപ്പോഴാണ് LCM കിട്ടുക. അപ്പൊ എന്താണ്? 2 × 2 × 2 × 2 × 3. അത് എത്രയാണ് ആൻസർ ആയിട്ട് വരിക? 16 × 3. 16 3 48 അല്ലെ? 48 ആൻസർ വരിക കേട്ടോ. സി എന്നുള്ളത് തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്. ആൻസർ നമുക്ക് വരിക 48. പക്ഷെ ഇതില്
അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോ മിക്കവാറും അത് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 1:2. അവയുടെ ഉസാഗ 100 സംഖ്യകളേവ. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തന്നുണ്ട്. അതായത് 1ഉം 2ഉം ആണ് അംശബന്ധം എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഏതെങ്കിലും ഒരു എക്സ്, അതായത് ഉസാഗ, അതിന്റെ ഉസാഗ 2 ഇൻറ്റു എക്സ്, 2x ആണ് അതിന്റെ സംഖ്യ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഉസാഗ മൾട്ടിപ്ലൈ ചെയ്തതാണ് നമുക്ക് സംഖ്യയായിട്ട് വരിക. അപ്പൊ 1 ഇൻറ്റു 100 നോക്കുക, 100. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 2 ഇൻറ്റു 100, 200. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ് വരിക? 100ഉം 200ഉം ആണ് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇതിനെ ചെറുതാക്കി ഉണ്ടെച്ചെങ്കിൽ നമുക്ക് 1:2 കിട്ടണം എന്നുള്ള ആൻസറുകളാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമുക്ക് ഉസാഗ 100 എന്ന് പറഞ്ഞാൽ ഈ ഉസാഗയുടെ ഒരു മൾട്ടിപ്പിൾ ആവണം ഓരോ സംഖ്യയും. കാരണം രണ്ടിലും ഉള്ള കോമൺ ആയിട്ടുള്ളതല്ലേ ഉസാഗ എന്ന് പറയുന്നത്, അതായത് HCF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടും ഇതിന്റെ ഈ ഉസാഗയുടെ മൾട്ടിപ്പിൾ ആവണം. അപ്പൊ നമുക്ക് 100ന്റെ മൾട്ടിപ്പിൾ ആവണം ഈ രണ്ട് സംഖ്യകളും. അപ്പോഴാണ് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 6/9 പ്ലസ് 2/3 മൈനസ് 5/9. 6/9 പ്ലസ് 2/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാ? അതായത് ഇതിന്റെ ലസാഗു എത്രയാണ്? 9 ആണ് അല്ലെ? അപ്പൊ ഇൻറ്റു 3 ഇവിടെ ചെയ്യണം. അപ്പൊ ഇൻറ്റു 3 ഇവിടെയും ചെയ്യാം. 6 പ്ലസ് 6 എത്രയാണ്? 12. 12/9 മൈനസ് 5/9. അപ്പൊ എത്രയാ വരിക? 7/9. ഏതാണ് ആൻസർ? നോക്കൂ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/10 പ്ലസ് 1/100 ഈക്വൽ ടു. 1/10നെ നമുക്ക് എന്ത് പറയാം? 0.1 എന്ന് പറയാം. 1/100 എന്ന് പറയുന്നത് എന്താണ്? 0.01 എന്ന് പറയാം അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുക എങ്ങനെയാണ്? പ്ലസ് 0.01 ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അപ്പൊ 1 ഇവിടെ, 1 0.11. അല്ല, ഇങ്ങനെ നിങ്ങൾക്ക് അറിയണില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ ആയിട്ട്, അതായത് ഭിന്നസംഖ്യ ആയിട്ട് തന്നെ ചെയ്യുക. അപ്പൊ ഇത് എന്താണ്? 100ആണ് ഇതിന്റെ LCM അല്ലെ? 10ന്റെ 100ന്റെ LCM എന്ന് പറയുന്നത് 100ആണ്. അപ്പൊ ഇൻറ്റു 10 ആണ് ചെയ്യേണ്ടത് അല്ലെ? ഇൻറ്റു 10. അപ്പൊ 10 പ്ലസ് 1. അപ്പൊ നമുക്ക് എന്താ വരിക? 11/100. 11/100 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പൂജ്യമല്ലേ ഉള്ളത്. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അപ്പൊ 11 ഇട്ടിട്ട് 1 2 പിന്നെ പോയിന്റ് ഇടാം. 0.11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി 13 ആയാൽ അവസാന ഒറ്റ സംഖ്യ ഏത്? അതായത് തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് പറഞ്ഞേക്കണേ. ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടുവിലത്തെ സംഖ്യ ആവില്ലേ? അപ്പൊ അത് നാലാമത്തെ ആവില്ലേ? നാലാമത്തെ സംഖ്യയാണ് 13 എന്ന് പറഞ്ഞാ പിന്നെ ഒറ്റ സംഖ്യകൾ തുടർച്ചയായിട്ടുള്ളതാണ്. അപ്പൊ 13 കഴിഞ്ഞാൽ പിന്നത്തെ ഒറ്റ സംഖ്യ ഏത് വരും? 15 വരും. പിന്നത്തെ 17 വരും. പിന്നത്തെ എന്ത് വരും? 19 വരും. അപ്പൊ ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഏതാണ്? 19 ആണ്. അപ്പൊ ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവേണ്ടത് ശരാശരി എന്ന് പറയുമ്പോൾ അതിന്റെ പകുതിയിലാണ് നമുക്ക് ശരാശരി കിട്ടുക, പകുതിയിലുള്ള സംഖ്യ. അതായത് ഈ 7 ഒറ്റ സംഖ്യകളാവുമ്പോൾ അതിന്റെ പകുതിയിൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4ാമത്തെ സംഖ്യ വരും അല്ലെ? 4ാമത്തെ സംഖ്യയാണ് 13. അപ്പോ ബാക്കി സംഖ്യകളോ 5ാമത്തെ 15. കാരണം എന്താണ്? തുടർച്ചയായ 7 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒറ്റ സംഖ്യകൾ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? 2 കൂട്ടുക അല്ലെ? 13 15 17 19. അപ്പൊ ലാസ്റ്റത്തെ ഏതാണ്? 19 എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഓടുന്ന തീവണ്ടി 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 5 മണിക്കൂറാണ് തന്നിരിക്കണേ അല്ലെ? ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് കിലോമീറ്റർ ആണ്. അപ്പൊ ഈ 20 മീറ്റർ/സെക്കൻഡ് എന്നുള്ളതിനെ കിലോമീറ്റർ/അവർ ആക്കണം. കിലോമീറ്റർ/അവർ ആക്കണം വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? 20 ഇൻറ്റു 18/5. ഇനി കിലോമീറ്റർ/അവറിനെ മീറ്റർ/സെക്കൻഡ് ആക്കണം വെച്ചെങ്കിലോ 5/18. ഇതിന്റെ വ്യുൽക്രമം കൊണ്ടാണ് ഗുണിക്കേണ്ടത്. കിലോമീറ്ററിനെ
മീറ്റർ ആക്കാൻ വേണ്ടി. ഇത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കുകയാണ് ചെയ്യണേ. അപ്പൊ ഇത് എന്താണ് 20 ഇൻറ്റു 18/5 കിലോമീറ്റർ പെർ അവർ. ഇനി എന്താ ചോദിച്ചിരിക്കണേ, ഒരു അവറില് അപ്പൊ 20 ഇൻറ്റു 18/5 വേഗതയാണ്. അപ്പൊ ദൂരാണ് നമുക്ക് ചോദിച്ചിരിക്കണേ അല്ലെ. ദൂരം കാണാൻ എന്താ ചെയ്യാ, ദൂരം കാണാൻ വേഗത വേഗത എങ്ങനെയാ കണ്ടുപിടിക്കുക, വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം അല്ലെ, ദൂരം ബൈ സമയം. അപ്പൊ ഇതില് ദൂരം എങ്ങനെയാ കണ്ടുപിടിക്കുക, വേഗത ഇൻറ്റു സമയം അല്ലെ, വേഗത ഇൻറ്റു സമയം. വേഗത കിലോമീറ്റർ പെർ അവറിൽ എത്രയായി, 20 ഇൻറ്റു 18/5 ആണ്. ഇൻറ്റു സമയം എന്ന് പറഞ്ഞാൽ 5 അവർ. അപ്പൊ 20 ഇൻറ്റു 18/5 ഇൻറ്റു 5, 5 ക്യാൻസൽ ചെയ്ത് പോയില്ലേ, 18 2 എത്രയാണ്, 36, 360 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇവിടത്തെ ഓപ്ഷൻ തെറ്റാണ്, 360 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനു 2000 രൂപയ്ക്ക് പൂച്ചെടികൾ വാങ്ങി. വാങ്ങിയ പൂച്ചെടികൾ 30% ലാഭത്തിൽ അരുണിന് വിൽക്കുന്നു എങ്കിൽ വിറ്റ വില എത്ര? 2000 രൂപയ്ക്കാണ് വാങ്ങിയത് അല്ലെ. വാങ്ങിയതിന്റെ 30% ലാഭം എന്ന് പറഞ്ഞാൽ 100% കിട്ടി, പിന്നെ 30 കൂടിയും കിട്ടി. അപ്പൊ 130% കിട്ടി അല്ലെ വിറ്റപ്പോ. ആ വിറ്റ വിലയാണ് ചോദിക്കണേ. അപ്പൊ എന്താണ്, 2000ന്റെ എന്ത് കണ്ടാ മതി, 130% എത്രയാന്ന് കണ്ടാ മതി. അപ്പൊ 130/100, 13 2 26, 2600. ഏതാണ് ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 സ്ക്വയർ 225 ആയാൽ റൂട്ട് ഓഫ് 2.25 വില എത്ര? അതായത് ഇവിടെ എന്താണ്, റൂട്ട് 225 എന്ന് കിട്ടിയാൽ നമുക്ക് 15 എന്ന് കിട്ടും. കാരണം എന്താണ്, 15 സ്ക്വയർ 225 ആണ് വെച്ചെങ്കിൽ റൂട്ട് 225 എന്താവും, 15 ആവും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, പോയിന്റ് ഉണ്ട് അല്ലെ. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണ് സ്ക്വയറിന്റെ ഉള്ളിലെ എങ്കിൽ പുറത്തേക്ക് വരുമ്പോ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോ നമുക്ക് എന്ത് വരും, ഒരു സ്ഥാനം വരും. അപ്പൊ 1.5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. കാരണം അതിന്റെ പകുതി പോയിന്റ് കഴിഞ്ഞ് അതിന്റെ പകുതി ഡിജിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇവിടെ 2 സ്ഥാനം ഉണ്ട് വെച്ചെങ്കിൽ പുറത്തേക്ക് വരുമ്പോ എന്ത്, ഒരു സ്ഥാനം. ഇവിടെ 4 സ്ഥാനം ഉണ്ട് വെച്ചെങ്കിൽ പുറത്തേക്ക് വരുമ്പോ എന്ത് വരും, 2 സ്ഥാനം. 6 സ്ഥാനം ഉണ്ട് വെച്ചെങ്കിലോ പുറത്തേക്ക് വരുമ്പോ 3 സ്ഥാനം. അങ്ങനെ പകുതിയാണ് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 and 1/3 പ്ലസ് 4 and 1/3 മൈനസ് 1 and 1/3. ഇവിടെ നോക്കൂ, ഇവിടെ 4 2 4 6 അല്ലെ, 6 പിന്നെ 1/3 1/3 2/3. 6 and 2/3 മൈനസ് 1 and 1/3. അപ്പൊ എന്ത് വരും, 6 മൈനസ് 1 എത്രയാ, 5. 2/3 മൈനസ് 1/3 എത്രയാ, 1/3. ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 and 1/3 ആണ് അപ്പൊ നമുക്ക് ആൻസർ വരിക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിഷമഭിന്നാക്കാം. 2 3 6, 6 1 7, 7/3 പ്ലസ് 4 3 12, 12 1 13, 13/3 മൈനസ് 1 3 3, 3 1 4, 4/3 അല്ലെ. അപ്പൊ 13 7 20, 20 മൈനസ് 4 എത്രയാണ്, 16, 16/3 എന്ന് വരും. അപ്പൊ 3 15 പിന്നെ 1/3, 5 and 1/3. അപ്പൊ വിഷമഭിന്നം ഉള്ളത് മിശ്രഭിന്നം ആക്കാനും മിശ്രഭിന്നം ഉള്ളത് വിഷമഭിന്നം ആക്കാനും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണു. ഇല്ല എങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നമുക്ക് കൂടുതൽ LGSനും LDCക്കും ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ എടുത്ത് കഴിഞ്ഞുണ്ട്. അപ്പൊ അത് നോക്കി പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.